നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാന നഗരത്തിലെ ബസ്സുകളുടെ നിരക്ക് കൂട്ടി സർവീസുകൾ പുനഃക്രമീകരിച്ചതിനെതിരെ പരാതിയുമായി കോർപ്പറേഷൻ. ചർച്ചകൾ കൂടാതെയാണ് ഗതാഗത വകുപ്പ് തീരുമാനമെന്നാണ് കോർപ്പറേഷൻ നിലപാട്. അതേസമയം നഷ്ടത്തിലായ ഷെഡ്യൂളുകളാണ് പുനഃക്രമീകരിച്ചതെന്നാണ് ഗതാഗത വകുപ്പ് വിശദീകരണം. ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലല്ല എന്ന നിലപാടാണ് KB ഗണേഷ് കുമാറിൻ്റേത്. ഇതിന്റെ തുടർച്ചയായാണ് തലസ്ഥാനത്ത് ബസ്സുകളുടെ നിരക്ക് കൂട്ടിയത്. 10 രൂപ നിരക്കിൽ നേരത്തെ ഒരു ട്രിപ്പ് മുഴുവൻ സഞ്ചരിക്കാമായിരുന്നു. ജനപ്രിയ ഓർഡിനറി സർവീസ് സിറ്റി ഫാസ്റ്റാക്കി മിനിമം നിരക്ക് 12 ആക്കി. കഴിഞ്ഞ ദിവസമാണ് തീരുമാനം വന്നത്. 8 സർക്കിളുകളിൽ നിന്ന് 2 ബസ്സുകൾ വീതം ഇതിനകം പിൻവലിച്ചു. ചില നൈറ്റ് ഷെഡ്യൂളും മാറ്റിയതോടെ യാത്രക്കാർ വലഞ്ഞു. സിറ്റി സർവീസുകൾ ഫാസ്റ്റാക്കി നഗരത്തിന് പുറത്തേക്കും മാറ്റി. ബസ്സുകളുടെ സമയദൈർഘ്യം 15 മിനിറ്റിൽ നിന്ന് 25 മിനിറ്റാക്കി. കോർപ്പറേഷൻ പങ്കാളിത്തത്തോടു കൂടിയാണ് ബസ് പദ്ധതി. നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതി നഗരത്തിന് പുറത്തേക്ക് മാറ്റിയതിലും നിരക്ക് കൂട്ടിയതിലും കോർപ്പറേഷന് അതൃപ്തിയുണ്ട്. മേയർ ഉടൻ നിലപാട് ഗതാഗത മന്ത്രിയെ അറിയിക്കും. മന്ത്രിയുടെ പരിഷ്കാരങ്ങളിൽ കോർപ്പറേഷന് പുറമെ വട്ടിയൂർക്കാവ് MLAയ്ക്കും നേരത്തെ തന്നെ എതിർപ്പുണ്ടായിരുന്നു. അതേസമയം നിരക്ക് കൂട്ടിയത് ലാഭം കൂട്ടാനാണ് എന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. റൂട്ട് പുനഃക്രമീകരണവും നഷ്ടവും കുറയ്ക്കാനാണെന്നും പറയുന്നു.